തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അഷ്കറിനെയും അഖിലയ്ക്കെതിരെയും കൂടുതൽ അന്വേഷണം. സുഹൃത്തിന്റെ മരണത്തിലാണ് അഷ്കറിനെതിരായ അന്വേഷണം. ഭർത്താവ് അഖിലിന്റെ ആത്മഹത്യയിൽ അഖിലയുടെ പങ്കിനെക്കുറിച്ചും പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. 1.5 വയസ്സുകാരൻ അർഷിദിനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ അഷ്കറിനെതിരെയും കുട്ടിയുടെ അമ്മ അഖിലയ്ക്കെതിരെയും കൂടുതൽ പരാതികൾ ഉയർന്നു വന്നിരുന്നു. അഖില ജോലി ചെയ്യുന്ന ഡാൻസ് ട്രൂപ്പിലെ വാഹനം ഓടിച്ചിരുന്നത് അഖിലാണ്. ഇവിടെ ഒരു ജീവനക്കാരി ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ജീവനക്കാരിയും അഷ്കറും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം. അഷ്കർ വിവാഹ വാഗ്ദാനം ചെയ്തിരുന്നതായും പറയുന്നു. പിന്നീട് ചിറയൻകീഴ് സ്വദേശിനിയായ ഈ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. യുവതിയുടെ മരണത്തിന് പിന്നിലും അഷ്കറിന് പങ്കുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് അഖിലയുടെ ഭർത്താവ് അഖിൽ ആത്മഹത്യ ചെയ്തത്. അഖിലിന്റെ മരണത്തിൽ കുടുംബാംഗങ്ങൾ അഖിലയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അഖിലിന്റെ മരണത്തിലും പോലീസ് അന്വേഷണം നടത്തും. കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അഖിലയെയും സുഹൃത്ത് അഷ്കറിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നെടുമങ്ങാട് പോലീസിന്റെ തീരുമാനം. തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ ചേർന്ന് നീക്കം നടത്തിയോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.